പ്രാർത്ഥിക്കും. ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തരികയും ചെയ്ത ഞങ്ങളുടെ അരുമനാഥനെ തുടർമാനമായി ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള നിന്റെ ക്രൂശിന്റെ വചനങ്ങൾക്കും ക്രൂശിലെ സ്നേഹത്തിനുമായി ഈ രാത്രിയിലെ കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഈ ആലയത്തിൽ അവിടുത്തെ മഹത്വകരമായിട്ടുള്ള ഉയർപ്പിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് സന്നിധിയിലായിട്ട് നീ ഞങ്ങളോട് സംവാദിക്കുകയും ഞങ്ങളോട് നീ ഇടപെടുകയും നിന്റെ ശബ്ദം ഞങ്ങളെ കൽപ്പിക്കുകയും ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച അവിടുത്തെ കാൽവറിയിലെ പരമമായ യാഗത്തിന്റെ ഓർമ്മയിലാണ് ഞങ്ങളെവരും. ഞങ്ങൾ അതിശബ്ദരല്ല, ഞങ്ങൾ നിരാശയിലല്ല, മറിച്ച് ഉദ്ധിതനായ കർത്താവിന്റെ ഞങ്ങളെ ത്രസിപ്പിക്കുകയും ഞങ്ങളെ പുളകം കൊള്ളിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തുടിക്കുന്ന അവിടുത്തെ ജീവനായ വസ്തു ഞങ്ങളത് വിശ്വസിക്കുന്നു. നീ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന് പൗലോസ് കൊലോസ്യയിൽ ഓർപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ഞങ്ങളുടെ ചുറ്റുപാടിലും ഞങ്ങളുടെ കൂട്ടായ്മയിലും ഞങ്ങളുടെ സഭയിലും എല്ലാം ഇതിനായ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ശനിയാഴ്ച ആയതുകൊണ്ടാണോ എല്ലാവരും ഭയങ്കരമായ ദുഃഖത്തിലാണെന്ന് തോന്നുന്നു. മുഖം കണ്ടിട്ട് എല്ലാവരുടെയും മുഖം വാടിയും വിഷാദിച്ചുമൊക്കെ ഇരിക്കുക. തന്നെയല്ല, അച്ഛൻ പറഞ്ഞു ഇന്ന് ഒടുക്കത്തെ പ്രസംഗമാണ്. ഇനി അതിൻ്റെ വിഷമമാണോ അതും അറിയത്തില്ല. ഏതായാലും കഴിഞ്ഞ 40-48 ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിനായിട്ട് ദൈവക്രിസ്തു എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയുടെ 1961 മുതലുള്ള സഭയുടെ ആദ്യത്തെ അനുഭവമായിരിക്കും ഈ 50 ദിവസത്തെയും ഈ പീഡാനുഭവ ധ്യാനത്തിൽ നമ്മുടെ സഭ പങ്കുചേരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് നാം അത് ശ്രമിച്ചിരുന്നുവെങ്കിലും അത് വേണ്ട രീതിയിൽ സാധ്യതപ്രായമായില്ല. എങ്കിലും നമ്മൾ അന്ന് 25 ദിവസം എങ്ങാണ്ട് നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ പങ്കുചേരുകയുണ്ടായി. എന്താണ് നമ്മുടെ ഈ ഇതുകൊണ്ടൊക്കെ ഉള്ളതായ ഗുണം നമുക്ക് ലഭിച്ചത്? കഴിഞ്ഞ 48 ദിവസത്തെ ധ്യാനം കൊണ്ട് എന്താ പ്രയോജനം? നോമ്പ് നോക്കിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ആദ്യത്തെ ദിവസമേ പറഞ്ഞു, നോമ്പ് നോക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? പണ്ടൊരു അച്ഛൻ അവരുടെ പള്ളിയിലുള്ള ആൾക്കാരോട് ചോദിച്ചു, ഈ 50 ദിവസവും നോമ്പ് നോക്കിയതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ആരും വേണ്ടിയില്ല. ഒരു കൊച്ചി ചെറുക്കൻ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിലൊരു ഗുണമുണ്ടായി. എന്താണ്? ഞങ്ങളുടെ പപ്പായുടെ പാൻറ്റിന്റെ ലൂസ് കൂടി. കാരണം ഇറച്ചിയും മുട്ടയും മീനും ഒന്നും കഴിക്കാത്തത് കൊണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വണ്ണം കുറഞ്ഞു. നമ്മളിൽ കുറച്ചു പേരെങ്കിലും ഈ കഴിഞ്ഞ 80 ദിവസവും നോമ്പ് നോക്കും. പ്രത്യേകിച്ച് അനിതര സാധാരണമായി പ്രാവശ്യം നമ്മുടെ സെമിനറിയിലുള്ള കുഞ്ഞുങ്ങളും
നോമ്പിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. വളരെ ആരും നിർബന്ധിച്ചതല്ല. നമ്മുടെ അവധിക്ക് പോയ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജമാഅത്തുമാർ ഒക്കെ നോമ്പിലായിരുന്നു എന്ന് ഉള്ളതുകൊണ്ട് സന്തോഷം. ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളും കഴിക്കാതിരുന്നതിൽ ഞങ്ങൾക്ക് പരമമായ സന്തോഷം. ഏതായാലും ഇന്ന് ഏതാനും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അലാറം വെച്ച് നിങ്ങൾ കഴിക്കുമെന്നും എനിക്കറിയാം. എന്തായാലും നാളെ ഈസ്റ്റർ ദിവസമാണ്. ഇന്ന് രാത്രി 12 മണിയോടെ നമ്മുടെ നോയമ്പ് മുറിയുകയാണ്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ച് ഈ രാത്രിയിലത്തെ ശുശ്രൂഷയിൽ നിന്നിരിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. രണ്ട് ഭാഗത്തെ ചില ചിന്തകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 62 മുതലുള്ളതായ വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. ഒരുക്ക നാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ടു. യജമാനെ, ഞാൻ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുമെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിനും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടത് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കാം എന്നുള്ളത്. പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുകയും എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. എവാഞ്ചലിക്കൽ സഭയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കാർക്കും ഈ കാര്യങ്ങളെ പറ്റി ഒന്നും വിശദീകരിക്കേണ്ട എന്നെനിക്കറിയാം. നിങ്ങൾക്ക് അറിവുള്ളതായ സംഭവങ്ങളും ചരിത്രങ്ങളും വേദപുസ്തകത്തിൽ വായിച്ചും പരിശ്രമിച്ച് കേട്ടും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള സംഗതിയാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, ക്രിസ്തുവിൻ്റെ ത്യാഗം, ക്രിസ്തുവിനെ അന്യായമായി മരണത്തിന് വിധിച്ചത്, ഇതൊക്കെ ആണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ചുപേരെ ഉള്ളതെങ്കിലും നമ്മുടെ ചുറ്റുപാടിലുള്ള മറ്റ് ചില ആളുകൾ, മറ്റ് ചില സഭാവിഭാഗങ്ങളൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ചുസാറൊക്കെ ദിവസങ്ങൾ ചുസാർ വെച്ച് നോക്കി പല പള്ളികളിൽ പോയി. ഞാൻ 1-2 പള്ളികളിലൊക്കെ പോയി. ഈ കഴിഞ്ഞ ദിവസം പളുകൽ CSI പള്ളിയിൽ 3 ദിവസത്തിന് മുമ്പ് ഞാൻ പോയതായിട്ടുള്ള അവസരത്തിൽ രാത്രിയിൽ ഏകദേശം 175 പേര് അവരുടെ പള്ളിയിൽ ഈ ധ്യാനത്തിന് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ ദിവസങ്ങളിലാണോ ഇത്രയും ആള് കുറവ്? പറഞ്ഞില്ല, സാധാരണ ഉള്ള പോലുള്ള ആളുണ്ട്. അവരുടെ ധ്യാനം ദിവസം രാവിലെ 6 മണിക്ക്. ആ പള്ളിയിലത്തെ ധ്യാനം വെളുപ്പിനെ രാവിലെ 6 മണിക്ക്. അപ്പം ശ്രമകരമായിട്ട് ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടത്തുണ്ട്. തമിഴ്നാട്ടിലെ CSIക്കാരെ ഞങ്ങളോട് പഠിക്കുന്നതായിട്ട് അവസരത്തിൽ അവർ പറയുമായിരുന്നു, അവരുടെ ചില പള്ളികളിൽ, കന്യാകുമാരി ഡയസിസിലെ ചില പള്ളികളിൽ രാവിലെ 6 മണിക്ക് കുടുംബ പ്രാർത്ഥന അവരുടെ ഇടവ പള്ളി. നമ്മുടെ വീടുകളിൽ പോലും ഇല്ലാത്തപ്പോൾ പള്ളികളിൽ കുടുംബ പ്രാർത്ഥന നടത്താനായിട്ട്, CSI പള്ളികളിൽ കുടുംബ പ്രാർത്ഥന നടത്താനായിട്ട് ആളുകൾ പള്ളിയിൽ ചെല്ലുകയാണ്. എത്ര മാതൃകാപരമായിട്ടുള്ള, എത്ര നല്ല ഒരു കീഴ്വഴി. ഇപ്പം ശുസാറ് പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമ്മുടെ ഈ ധ്യാനം ഇന്നുകൊണ്ട് തീരാതെ, നാളെ കൊണ്ട് തീരാതെ നമ്മൾ തുടർന്നും ഈ സത്യങ്ങളെ പറ്റി പഠിക്കുവാനും മനസ്സിലാക്കുവാനും, ക്രിസ്തു ചെയ്ത ത്യാഗത്തെ പറ്റിയും സ്നേഹത്തെ പറ്റിയും അവൻ്റെ പങ്കപ്പാടുകളെ പറ്റിയും വേദനകളെ പറ്റിയും ഒരു പ്രാവശ്യം കൂടെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ചിന്തിക്കുവാനും പഠിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുന്നത് നന്നായിട്ട്. ഞങ്ങളുടെയൊക്കെ വീടുകളിലെ പണ്ട് ഈ പീഡാനുഭവ ദിവസങ്ങളിൽ
നോമ്പ് ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ വീടുകളിലെ വായന എന്ന് പറയുന്നത്, രാവിലത്തെയും വൈകിട്ടത്തെയും വായന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടുള്ളതായ വായനകളാണ്, വേദപുസ്തകമായി. ഇതൊക്കെ നമുക്ക് ഉത്തേജനം പകരുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഓർമ്മ നിൽക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. നാം ഈ വായിച്ച ഭാഗത്ത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തടയാനായിട്ട് പരീക്ഷന്മാരും മഹാപുരോഹിതന്മാരും പീലാത്തോസിന്റെ അടുത്ത് ചെന്നുകൂടി അവനുമായിട്ടുള്ളതായ സംഭാഷണത്തെയാണ് നാം ഭാഗത്ത് കാണുന്നത്. എന്താണ് അവർ പറയുന്നത്? യജമാനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുന്നു, 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ഈ ശവശരീരം മോഷ്ടിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചതി മുമ്പലത്തേലും വഷളാണ്. അതുകൊണ്ട് അവൻ്റെ കല്ലറയൊന്ന് കാവൽ ചെയ്യണം എന്ന്. ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ന്യായങ്ങളുള്ള അല്ലെങ്കിൽ ന്യായം ചെയ്യുന്ന, സത്യം പറയുന്ന ന്യായാധിപന്മാര് സ്വല്പം പോലും ന്യായപ്രമാണത്തിന് വള്ളിയോ പുള്ളിയോ മാറുവാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള ആളുകളാണ് യഹൂദന്മാരും ന്യായശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും. നമ്മൾ കുറച്ച് പുറകോട്ട് ഈ വേദപുസ്തകത്തിന്റെ ഈ സുവിശേഷ ഭാഗങ്ങളിൽ തന്നെ പുറകോട്ട് ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള പരീക്ഷന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ഉറക്കം എന്തായിരുന്നു? ശബത്ത് ദിവസം വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയതും ശബത്ത് ദിവസം പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതും ഒക്കെ ആയിരുന്നു ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ ഉറക്കം. അത് ക്രിസ്തുവിൽ കണ്ട ഏറ്റവും വലിയൊരു കുറ്റമാണ്. അന്നത് ചെയ്യരുത്, നിനക്ക് മറ്റു ദിവസങ്ങളുണ്ടല്ലോ, നീ അന്ന് ചെയ്തോ. അന്ന് ചെയ്യാനല്ല, എങ്ങനെയെങ്കിലും ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ, നസ്രായന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള. ഇതെന്ന് നടക്കുന്ന 62-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം, അതായത് ഇന്നത്തെ ദിവസം, ശബത്ത് ദിവസം. ശബത്ത് ദിവസം അവരെന്തായത്? മഹാപുരോഹിതന്മാരും ഈ പരീക്ഷന്മാരും എല്ലാം കൂടെ നാടുവാഴിയുടെ അടുത്ത് ചെന്ന്, ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഗവർണറെയോ അല്ലെ മുഖ്യമന്ത്രിയോ കാണാൻ ചെല്ലുന്നത് പോലെ അല്ലല്ലോ, വളരെയധികം പ്രോട്ടോകോള് കാണുവാന് നാടുവാഴിയെ കാണാനായിട്ട്. ആ നാടുവാഴിയുടെ അടുത്ത് ചെന്ന് അപ്പോയിന്റ്മെന്റ് മേടിച്ച് അവരുമായിട്ട് സംസാരിച്ച് ക്രിസ്തുവിന്റെ കല്ലറ ഉറപ്പാക്കുവാനായി യാതൊരു കാരണവശാലും ഒരു ചെറിയ ഒരു ലൂപ്പ് ഹോൾ പോലും അതിനെ ഇടാതെ ക്രിസ്തുവിനെ തകർത്ത് തരിപ്പണമാക്കി ക്രൂശിൽ അവനെ തകർത്തിട്ട് അവന്റെ ജീവനെ സ്തംഭിപ്പിച്ച് അവനെ കൊണ്ട് അടക്കി. ആ അടക്കിയതായിട്ടുള്ള കല്ലറയിലും അവരുടെ അരിശമോ അവരുടെ കോപമോ തീരുന്നില്ല, മറിച്ച് അവിടെയും അവര് കാവൽക്കാരെ കാവൽ നിർത്തിയതായിട്ട് കാണാനായിട്ട് കഴിയും. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽ കൊടുത്തെന്ന് കല്ല്. ശബത്ത് ദിവസം അന്യായമായി ക്രിസ്തുവിനെതിരായിട്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും അവർക്ക്, മഹാപുരോഹിതന്മാർക്കും എല്ലാ പരീക്ഷന്മാർക്കും. നാടുവാഴിയായ ആൾ അടുത്ത് എന്നിട്ട് ഈ സമ്മതം മേടിച്ച് അവരും പോയി കാണുമല്ലോ, കാരണം കാവൽക്കൂടത്തെ നിർത്താനായിട്ട് അവരും പോയി കാണും. എവിടെയാണ് അടക്കപ്പെട്ടതെന്നുള്ളത് നോക്കി കണ്ട് പിടിച്ച് വേണ്ടതെല്ലാം ചെയ്യാനായിട്ട് അവരും പോയി കാണും. ഞാൻ പറഞ്ഞത്, മരണത്തിൽ പോലും ക്രിസ്തുവിന് എതിരെ പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള കുറെ ആളുകൾ. നാം ഒന്ന് ഇവിടെ പ്രാർത്ഥനയിലൊക്കെ ഓർത്തല്ലോ, നിശബ്ദ ശനിയാഴ്ച പ്രവർത്തനമൊന്നും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള അവരുടെ എത്രയോ ദിവസങ്ങളുടെ ആലോചനയും പ്രാർത്ഥനയും, എത്രയോ ദിവസങ്ങളിലെ അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇന്നലെ അവര് അസ്തമിപ്പിച്ചതായിട്ടുള്ള ക്രിസ്തുവിന്റെ ജീവൻ. ക്രൂശിൽ അത് തീർന്നു കഴിഞ്ഞു, ഇനിയുമില്ല, അസ്തമിച്ചു, തീർന്നു എന്ന് പറഞ്ഞാണ് അവരെല്ലാം കൈയും കഴുകി വീടുകളിലേക്ക് പോയത്. അതും കഴിഞ്ഞ് പിന്നെയാണ് രാത്രികൾ, അവരുടെ കുരിശു ബുദ്ധികൾ, അവരുടെ ഗൂഢാലോചന, അവരുടെ കുരുക്ക്, മനസ്സിന്റെ കുരുക്കുകളെല്ലാം ഇങ്ങനെ അഴിഞ്ഞു വരികയാണ്. ഇനി ഒരു കാര്യം കൂടെ ചെയ്തില്ല എന്ന് വേണ്ട, ഇനി അതിന്റെ പേരിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ് ഇനിയും ഈ ശിഷ്യന്മാരെല്ലാം കൂടെ കൊണ്ടടക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതായിട്ടുള്ള വേലയാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ഉയർപ്പിന്, ക്രിസ്തുവിന്റെ ശക്തിക്ക് ഇവർക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിച്ചില്ല എന്ന് വേദപുസ്തകവും ചരിത്ര സത്യം നമ്മെ ഓർപ്പിക്കുന്നതായിട്ട്
അന്ന് പിന്നെ പത്രോസും ശേഷം അപ്പോസ്തലന്മാരും കൂടെ അപ്പോസ്തല പ്രവൃത്തി ആത്മാവ് വായിക്കുന്നുണ്ട്, നിങ്ങളെ ഘോഷിച്ച ഈ യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളായിരുന്നു എന്ന് പത്രോസ് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവരുടെ എല്ലാം ഈ ശുശ്രൂഷയും ഈ സുവിശേഷവും തീർന്നു എന്ന് തോന്നിയെടുത്താണ് സുവിശേഷം തുടങ്ങുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഈ കല്ലറയിൽ നിന്നുള്ള ഉയർപ്പാണ്. ക്രൂശീകരണം മാത്രമല്ല സുവിശേഷം, ജനനം മാത്രമല്ല സുവിശേഷം. ജനന സമയത്ത് അവിടെ ഈ ആട്ടിടയരോട് പ്രഘോഷിച്ചതായിട്ടുള്ള ശബ്ദം എന്തായിരുന്നു? സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം, ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ ജനനം കൊണ്ട് മാത്രം അസ്തമിച്ചതല്ല സുവിശേഷം, ക്രൂശീകരണം കൊണ്ട് മാത്രം അസ്തമിച്ചതല്ല സുവിശേഷം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വഴിയാണ് സുവിശേഷത്തിന്റെ പൂർത്തീകരണം അവിടെ ഉണ്ടായത്. ഈ എന്തായിരുന്നു കർത്താവ് കല്ലറയിൽ? നമ്മുടെ ചില സഭകളൊക്കെ വിശ്വസിക്കുന്നത് ഈ മരിച്ചു കഴിഞ്ഞാൽ കുറെ നാളുകൂടെ ആത്മാക്കളൊക്കെ ഇവിടെ കിടന്ന് ഓടി നടക്കുമെന്നാണ്. അതുകൊണ്ടാണ് ചിലർക്ക് ഈ 40-41 ഒക്കെ നോക്കുന്നത്. നമ്മുടെ ഈ ചില കിഴക്കൻ സഭകൾ ഇന്നത്തെ ദിവസം, അതായത് ഈ എന്താ പറയുക, ഈ ശനിയാഴ്ച ദിവസം കൗമ ചൊല്ലത്തില്ല. ചില സഭകള് കൗമായും ചൊല്ലത്തില്ല, ഈ മിഥ്യാവിശ്വാസ പ്രമാണം ചൊല്ലത്തില്ല. കാര്യം എന്നറിയാമോ? ചില ഓർക്കുന്നില്ല. കാരണം ക്രിസ്തു മരിച്ചു പോയി. ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ചെയ്യുന്ന കാര്യമുണ്ട്, കത്തോലിക്ക സഭയുടെ മലങ്കര സഭയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം ക്രിസ്തുവിനെ അതുപോലെ തന്നെ അടക്കും. ഒരു ക്രിസ്തുവിന്റെ ബോഡി പോലെ ഒരു ബോഡി ഉണ്ടാക്കും. അത് ഒരു കമ്പോ എന്താണെന്ന് തോന്നുന്നു, അതിലിങ്ങനെ തുണിയൊക്കെ ചുറ്റി ഒരു കുരിശൊക്കെ വെച്ച് പള്ളിയിൽ തന്നെ അതിനുള്ളതായ സ്ഥലമുണ്ട്, അടക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ അടക്കും. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരൊക്കെ ഞങ്ങളോട് ഈ തമാശ രൂപേണ പറയാറുണ്ട്, അടക്കാനായി പള്ളി നിറച്ച ആളായിരിക്കും. ഇത് വെള്ളിയാഴ്ച ദിവസം പള്ളി നിറച്ചാണ്. അതുകൊണ്ടാണ് ഈ പുറത്തൊക്കെ ഈ പന്തലൊക്കെ ഇട്ട് അവര് ആളുകളെ കൂടുന്നു. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം ആരും കാണത്തില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം അച്ഛന്റെ ജോലിയാണ് നേരത്തെ പള്ളിയിൽ ചെയ്യും. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ അവിടെ ചെന്ന് ഈ കല്ലറ തുറന്ന് ഈ ബോഡി എടുത്ത് അവിടുന്ന് മാറ്റും. ഇപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പ് അതൊരു അന്ധവിശ്വാസമൊന്നോ അനാചാരമൊന്നോ ഒന്നും ഞാൻ പറയില്ല. അതൊരു ആചാരങ്ങളുടെ ഭാഗമാണ്. അത് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ചെയ്യാറുണ്ട്, നമ്മളതൊന്നും ചെയ്യത്തില്ല. നമ്മൾ ചെയ്താൽ പിന്നെ തീർന്നു സഭകൾ. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ ശനിയാഴ്ച ദിവസം ചില പള്ളികളിൽ ഇതില്ല, എന്താ സന്ധ്യാ നമസ്കാരം ഇല്ല. കാരണം ക്രിസ്തു മരിച്ചു പോയി. ക്രിസ്തു ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? ദിവസത്തിൽ ലേഖന ഭാവങ്ങൾ നാം വായിക്കണം. സാറിന്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ക്രിസ്തു ആ സമയത്ത് എവിടെയായിരുന്നു? ക്രിസ്തു ആ സമയത്ത് പാതാളത്തിൽ താൻ തന്റെ ആത്മാവോട് വിശ്രമിക്കുകയല്ലായിരുന്നു, പാതാളത്തിലുള്ളവരോട് സുവിശേഷം പറയും. ക്രിസ്തുവിന്റെ നാം ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ തന്റെ പ്രവർത്തനത്തിന്റെ വിശ്രമിക്കാൻ പോലെയുള്ള അവസരം ഈ ശനിയാഴ്ചയില്ലായിരുന്നു. നമ്മളാണ് ഇന്ന് ദുഃഖത്തോടെ ദുഃഖ ശനിയാഴ്ചയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മളാണ് ദുഃഖിച്ചിരിക്കുന്നത്. നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഈ ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു നേരെ പോയത് ബന്ധുവീടുകളിലൊന്നുമല്ല. അതുകൊണ്ട് ആരും അതുകൊണ്ട് പേടിക്കണ്ട. നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലും മരിച്ചാൽ നമ്മള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി സമയമില്ല. ഇതിനെപ്പറ്റിയൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹിച്ചൊക്കെ എഴുന്നേറ്റ്, പക്ഷെ അതിനുള്ള സമയമൊന്നുമില്ല.
നമ്മുടെ വീടുകളിലെ മരണം അതല്ല കേട്ടോ, ഇതിനെ പറ്റിയല്ല. നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ എന്ത് ചെയ്യണം അത് പറയാനുള്ള അവസരം കൂടെ അല്ല. നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ ഭയങ്കര പേടിയാണ്, 3-4 ദിവസത്തേക്ക് ഭയങ്കര പേടി. കാരണം എന്നാ, നമ്മുടെ മനസ്സിലിരിക്കുന്നത് ഈ അപ്പുറത്തെ വാതിൽ കൂടി ഇപ്പുറത്ത് വരും, ഇപ്പുറത്തെ വാതിൽ കൂടെ അപ്പുറത്ത് വരും, കട്ടിലേ കാണും, അവിടെ കാണും, ഇവിടെ കാണും, ഒന്നുമില്ല. അതായത് നീതിമാനായിട്ട് മരിച്ചാലും നീതി കെട്ടവനായിട്ട് മരിച്ചാലും ഈ ആത്മാവൊന്നും ഈ സമയത്ത് ഇല്ല. അവര് പ്രത്യേക സ്ഥലത്ത് ശ്രമിക്കുവാനായിട്ട് പോകുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു ആ സമയത്ത് പാതാളത്തിൽ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തവരോട് സുവിശേഷം പറയുന്ന അവരുടെ സഹോദരന്മാരോട് സുവിശേഷം പറയാനായിട്ട് പോയി എന്നാണ് വേദപുസ്തകം നമ്മെ ഓർമ്മിക്കുന്നത്. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. 1-2 കാര്യങ്ങളോട് മാത്രം ഓർപ്പിച്ച് രാത്രിയിലത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 16-ാമത്തെ വാക്യവും 21-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം കൂടെ ഞാൻ ഒന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. യേശു അവളോട് മറിയേ എന്നാണ്. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന്. 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്നാണ്. ഈ 2 സ്ഥലത്ത് കർത്താവിന്റെ സ്വരം തിരിച്ചറിഞ്ഞ 2 പേരെയാണ് മറിയ മഗ്ദലന മറിയം. ഈ ആഴ്ചയുടെ 1-ാം നാളിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗ്ഗങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി പോയതായിട്ടുള്ള കുറച്ച് സ്ത്രീകളെ പറ്റി നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവർ പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ അടുത്ത് പോവുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്നുള്ളതായ ഒരു വലിയ പ്രശ്നത്തോടെ മനസ്സ് മുഴുവൻ ഒരു വ്യാകുലതയോടെ ഉത്കണ്ഠയോടുകൂടെ ഈ അതിരാവിലെ തന്നെ ഈ സ്ത്രീകൾ പോയി. കാരണം ശബത്ത് ദിവസം പോകുവാൻ അനുവാദമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം പോയി സുഗന്ധവർഗ്ഗം ഇടുവാനായിട്ട് അവർ പോയത്. സുഗന്ധവർഗ്ഗം ഇടുവാനായിട്ട് പോയിടത്ത് ഈ മഗ്ദലന മറിയത്തെ എതിരേറ്റ് നിൽക്കുന്നതായിട്ടുള്ള കർത്താവിനെ മഗ്ദലന മറിയം അവിടെ തമ്മിൽ കാണുന്നു. അതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു യാന്ത്രികമായി സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം. ഈ മറിയയുടെ ജീവിതത്തിൽ അവിടെ ഒരു തോട്ടക്കാരനാണ് എന്ന് വിചാരിച്ച മറിയ സംസാരിക്കുന്നു. ഇവിടെ വെച്ചിരുന്ന ഈ കല്ലറയിൽ വെച്ചിരുന്നതായിട്ടുള്ള ഞങ്ങളുടെ കർത്താവിനെ എന്താ അവിടെ പറയുന്നത്, എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്നും ഞാൻ അറിയുന്നില്ല എന്ന് അവരോട്. കർത്താവ് അതിനുശേഷം മറിയെ എന്ന് വിളിച്ചു. മറിയെ തിരിച്ച് റബൂനി എന്ന്, എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു, ഗുരു എന്ന് അർത്ഥം. മറിയയ്ക്ക് തിരിച്ചറിവുണ്ടായി. ആ സമയത്ത് തോട്ടക്കാരനാണെന്ന് ചോദിച്ചെങ്കിലും കർത്താവിന്റെ സ്വരം കേട്ടതായിട്ടുള്ള അവസരത്തിൽ തിരിച്ചറിവുണ്ടായി. അതുപോലെ തന്നെയാണ് 21-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈ തിബരിയാസ് കടൽക്കരയിൽ ചെന്ന് ക്രിസ്തുവും തന്റെ ശിഷ്യന്മാരും കൂടെ ചേർന്ന് ഒന്നിച്ച് കണ്ടുമുട്ടുന്നതായിട്ടുള്ള വളരെ വികാരപരമായിട്ടുള്ള ഒരു സമയമാണത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഈ മഗ്ദലന മറിയത്തോട് പറയുന്നുണ്ട്, ഞാൻ ഗലീലയിൽ ചെല്ലും, അവിടെ വെച്ച് എൻ്റെ സഹോദരന്മാരെ കാണും എന്ന് പറയുന്നതായിട്ട് അവരോട് പറയും. അതൊക്കെ 20-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ, ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ജീവിതത്തെ ഉത്സാഹിപ്പിക്കുകയും വളരെ സൂക്ഷ്മമായി വായിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വാക്കുകളാണ്. ശിഷ്യന്മാര് മഗ്ദലന മറിയം ഇത് അവരെ അറിയിച്ചു. ശിഷ്യന്മാർ 2 പേരും ഓടുന്നു. മറ്റേ ശിഷ്യൻ എന്ന് ഈ യോഹന്നാൻ തന്നെ യോഹന്നാനെ പറ്റി പറയുന്നു. അവർ 2 പേരും കൂടെ ഓടുന്നു. പത്രോസ് നല്ലതായിട്ട് ഓടി, ഈ മറ്റേ ശിഷ്യനും ഓടി, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓട്ടക്കാരൊക്കെയാണ് ചിലരൊക്കെ, അത് സമ്മാനം മേടിക്കാനുള്ളതാണ്. പക്ഷേ ഈ യോഹന്നാനും പത്രോസും കൂടെ അവർ ഓടിയത് തങ്ങളുടെ പ്രാണനാഥനെ കാണാൻ. തലേദിവസം എല്ലാം അസ്തമിച്ചു എന്ന് വെച്ച് വിചാരിച്ച് വീട്ടിൽ പോയി ദുഃഖിതരായിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവരുടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ശബ്ദം കേട്ടതായിട്ടുള്ള സമയത്ത്
അവർ ഓടുകയാണ്. ഓട്ടടാ ഓട്ടം അല്ലെ, നമ്മൾ പറയാമല്ലോ, ഏത് സമയം അവിടെ ഒപ്പനയായിരിക്കും. രണ്ടുപേരോട് ഓടി. ഭാഗത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ ഓടിയത് മറ്റേ ശിഷ്യനേക്കാൾ വേഗത്തിൽ, പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. പക്ഷേ യോഹന്നാൻ അകത്ത് പ്രവേശിച്ചു. എന്താ? പത്രോസ് വരാനായിട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് യോഹന്നാന് അവിടെ വെയിറ്റ് ചെയ്ത് പത്രോസ് വന്നു. പത്രോസ് ആദ്യം കയറി, പിന്നാണ് യോഹന്നാൻ കയറി. ഇതൊക്കെ നമ്മളെ ഒത്തിരി ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള യോഹന്നാൻ എന്തുകൊണ്ട് ഓട്ടത്തിന് മുമ്പിലായിരുന്നു? ആദ്യം കല്ലറയിൽ കയറാനുള്ള അവകാശം യോഹന്നാനായിരുന്നു. എന്തുകൊണ്ടും അവൻ യോഗ്യനുമാണ്. കാരണം പത്രോസ് തള്ളി പറഞ്ഞതാണ്, യോഹന്നാൻ തള്ളിയൊന്നും പറഞ്ഞില്ല അല്ലേ? യോഹന്നാൻ തള്ളി പറഞ്ഞൊന്നുമില്ല. അതോടൊപ്പം തന്നെ യോഹന്നാൻ ആ അവസാനത്തെ നിമിഷം വരെയും ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. എന്തിനേയും തൃണങ്ങൾ ഗണിച്ച് സ്വന്തം ജീവൻ പോലും അപായത്തിലാകാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും യോഹന്നാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ അമ്മയെ യോഹന്നാനെയാണ് കർത്താവ് പരിഗണിപ്പിച്ചത്. അങ്ങനെ അവളെ കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും യോഗ്യൻ, ആദ്യം കല്ലറയിൽ ചെന്ന് പ്രവേശിക്കുവാനായി യോഗ്യൻ. പക്ഷേ യോഹന്നാൻ പത്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്തതായിട്ട് ഒരു മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സമയം. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്കായിരിക്കാം യോഗ്യത, നമുക്കായിരിക്കാം അത് അവകാശപ്പെടുത്താനുള്ള, കൈവശപ്പെടുത്താനുള്ളതായ യോഗ്യത നമുക്കായിരിക്കും. നമ്മളായിരിക്കും മുൻപന്തി, നമ്മളായിരിക്കും സീനിയർ, നമ്മളായിരിക്കും അതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ വഹിക്കുവാൻ യോഗ്യതയും അതിനുള്ളതായ കഴിവും തൻ്റെതും ഒക്കെ ഉള്ളത്. പക്ഷേ യോഹന്നാനെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ പത്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ 21 അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവിടെ ഒരു ശിഷ്യന്മാരുമായിട്ട് എൻകൗണ്ടർ നടത്തുകയാണ് ഈ കർത്താവ്. അവിടെ ചോദിക്കുന്നവര് ഈ മീനെ പിടിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടെ പോയി. യോഹന്നാനും ആ കൂട്ടത്തിൽ പോയി കാണുമല്ലോ. അങ്ങനെ യോഹന്നാൻ ഇവിടെ വെച്ച് കർത്താവിനെ കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ പടവിന്റെ വലതുഭാഗത്തേക്ക് വല വീശാനായിട്ട് പറഞ്ഞ ഒരു വീശി പെരുത്ത മീൻകൂട്ടം കിട്ടി. ആ സമയത്ത് കർത്താവ് ആണ് എന്ന് യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു. പത്രോസിനോട് യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ്. എത്ര ഇമ്പകരമായിട്ടുള്ള ഒരു അവസരമാണ് അത് കർത്താവിനെ തിരിച്ചറിയുക എന്നുള്ളത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇവർ വിശ്വസിച്ചത്. എന്നാൽ ഈ തിബരിയാസ് കടൽക്കരയിൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കർത്താവ് ചെല്ലുമ്പോൾ അത് കർത്താവാകുന്നു എന്ന് പറയുവാനുള്ളതായ പ്രാഗൽഭ്യം ഈ യോഹന്നാൻ ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക എന്ന് പറയുന്നത്, അവന്റെ സ്വരം തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് അത്രമാത്രം ബന്ധമുള്ളവർക്ക് സാധ്യമാക്കി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒത്തിരി കൊച്ചു അനുഭവങ്ങൾ, കൊച്ചു രോഗങ്ങൾ, കൊച്ചു പ്രശ്നങ്ങൾ, കൊച്ചു കീറാമുട്ടികൾ, ഇതിന്റെ ഒക്കെ നടുവിൽ അത് കർത്താവാകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിനെ തിരിച്ചറിയുന്നതിലാണ്. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ചില നിശബ്ദതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മുമ്പിൽ നമുക്ക് മുന്നോട്ട് ഇറങ്ങാൻ വയ്യാത്ത, മുമ്പിൽ ഒന്നും കാണാൻ വയ്യാത്തതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകുന്നവർക്കറിയാം, ഈ മഞ്ഞുള്ളതായ സമയത്ത് ഈ വൈപ്പർ ഇടുന്നതായിട്ടുള്ള, വൈപ്പർ ഇട്ടില്ലെങ്കിൽ മുന്നോട്ടൊന്നും കാണത്തില്ല. വെട്ടമുണ്ടെന്ന് പറഞ്ഞ്, ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടൊന്നും കാണാൻ സാധ്യമല്ലാത്തതായിട്ടുള്ള സമയം. പക്ഷെ വൈപ്പർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറെ കൂടെ കാണാം. അപ്പോൾ പണ്ട് നമ്മുടെ വക്കീലൊക്കെ പറഞ്ഞു, അയാളോട് നമ്മുടെ ഒരാളെ ചോദിച്ചു, അങ്ങനെ ഒരു കേസ് കൊടുത്താൽ അത് ശരിയാകുമോ? നമുക്ക് കൊടുത്ത് നോക്കാം, നമ്മൾ രാത്രിയുടെ വണ്ടി ഓടിച്ചോണ്ട് എല്ലാം ഒന്ന് കണ്ടിട്ടാണ് വണ്ടി ഓടിച്ചോണ്ട്. അല്ല, നമ്മുടെ നിശബ്ദതകളിലും നമ്മുടെ തീവ്രമായിട്ടുള്ള യാത്രകളിലും
ജീവിതത്തിൻ്റെ ഇരുട്ട് വന്ന് മൂടുന്നതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഇരുണ്ട അവസ്ഥ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുക. അത് കർത്താവാകുന്നു എന്നുള്ളതായ സ്വരം നമ്മൾ കേൾക്കുന്നതായിട്ട് മറിയയ്ക്കും ഈ യേശു സ്നേഹിച്ചതായിട്ടുള്ള യോഹന്നാനൊക്കെ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവരുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ തീഷ്ണത ഉണ്ടായി. അതിൻ്റെ തീഷ്ണത കൂടിയതായിട്ടുള്ള അവസരത്തിലാണ് പത്രോസിന് മനസ്സിലാക്കാം. പത്രോസല്ലേ അവരുടെ എല്ലാവരുടെയും നേതാവ്. കത്തോലിക്ക സഭ വിശ്വസിക്കുന്ന പത്രോസിൻ്റെ എല്ലാം ഈ സഭയുടെ താക്കോല്, പാതാളത്തിൻ്റെ സ്വർഗത്തിൻ്റെ എല്ലാം താക്കോല് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ ആ പത്രോസിന് മനസ്സിലാകാത്തതായിട്ടുള്ള സംഗതി യേശു ഏറ്റവും അധികം സ്നേഹിച്ചതായിട്ടുള്ള ഈ യോഹന്നാൻ എന്ന് പറയുന്നതായിട്ടുള്ള ശിഷ്യൻ അവൻ മനസ്സിലായി. അത് കർത്താവാണ്, അത് കർത്താവാണ്. പ്രഭുനി എന്ന അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഗുരു എന്ന് വിളിച്ചു. അവളുടെ മാസ്റ്ററിനെ, അവളുടെ യജമാനെ, അവളുടെ ഗുരുവിനെ, അവളുടെ സകലതും കളഞ്ഞ് സ്നേഹിച്ചതായിട്ടുള്ള വെറും ചിലവൊക്കെ നൽകി സ്നേഹിച്ചതായിട്ടുള്ള തൻ്റെ നാഥനെ ഒരു പ്രാവശ്യം കൂടെ കണ്ടതാക്കിയ അവസരത്തിൽ ഹൃദയങ്ങൾ തമ്മിൽ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നതായിട്ടുള്ള സംഭവം യോഹന്നാനും ഈ മഗ്ദലന മറിയത്തിനുമൊക്കെ സംഭവിച്ച ആ തിരിച്ചറിവ് ഈ രാത്രി നമുക്ക് കണക്കിലെടുക്കാൻ നല്ല ദൈവം